GST എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ അതിന് വരുന്ന ആനുവൽ കംപ്ലയൻസസ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മൾ പൊതുവെ കേട്ടുവരുന്ന ഒരു വാക്കാണ്, എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു വാക്കും കൂടെയാണ്. നമുക്ക് ഈ GST വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള ഒരെണ്ണമാണ് വാറ്റ്. വാറ്റ് എന്ന് പറയുമ്പം ഓരോ സ്റ്റേറ്റിനും ഓരോ വാറ്റായിരുന്നു. വാറ്റ് എന്ന് വെച്ചാൽ വാല്യൂ ആഡഡ് ടാക്സ്. അത് കേരളത്തിന് കെ വാറ്റ് ഉണ്ടായിരുന്നു, തമിഴ്നാടിന് തമിഴ്നാട് വാറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോ വാറ്റായിരുന്നു. പിന്നെ അതുപോലെ ലക്ഷറി ടാക്സ്, പിന്നെ സെൻട്രൽ എക്സൈസ്, അതുപോലെ കുറേ ഇൻഡയറക്റ്റ് ടാക്സുകൾ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കസ്റ്റമറെ കൊണ്ട് അടപ്പിക്കുകയല്ല നമ്മുടെ ഇൻകം ടാക്സ് ഒക്കെയും പോലെ. ഇൻഡയറക്റ്റ് ആയിട്ട് ആ കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ്. കുറച്ചും കൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് നമ്മൾ നമ്മുടെ ടോട്ടൽ ഇൻകം നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലാഭം, ഇപ്പം ബിസിനസ് ആണെങ്കിൽ ലാഭം നോക്കുന്നു, ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മുടെ ഇൻകം നോക്കിയിട്ട് അതിന് ഫ്ലാറ്റായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുകയാണ്. GST അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു TV അല്ലെങ്കിൽ ഒരു AC വാങ്ങിക്കാൻ നമ്മൾ ചെന്ന് നോക്കുക, ആ എൻഡ് യൂസർ അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ അടുത്തുനിന്ന് ഈ ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഈ സെല്ലർ GST കളക്ട് ചെയ്യുവാണ്. എന്നിട്ട് അവരത് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യുന്നു. ഇതിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എൻഡ് ഓഫ് ദ ഡേ കസ്റ്റമറുടെ അടുത്തു നിന്ന് തന്നെയാണ് ഈ പൈസ പോകുന്നത്, പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആ കസ്റ്റമറെ കൊണ്ട് അടപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. GSTയുടെ ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ GST എന്തിനാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പല സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാറ്റ് അല്ലെങ്കിൽ സർവീസ് ടാക്സുകളായിരുന്നു. സർവീസ് ടാക്സ് യൂണിഫോം ആയിരുന്നു ഓൾ ഇന്ത്യ, പക്ഷേ വാറ്റ് ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഇതിനെ എല്ലാം കൂടെയും ഏകീകരിച്ച് ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇന്ത്യ മൊത്തത്തിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന് ഒറ്റ റേറ്റാണ്. പണ്ട് വാറ്റ് ആയിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഓരോ സ്റ്റേറ്റിലും ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെൻറ്റ് റേറ്റ് ആയിരുന്നു. അപ്പം മെയിനായിട്ട് നമുക്ക് ഈ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽ നടക്കുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു സാധനം സെല്ല് ചെയ്തു, അപ്പോൾ അത് കേരളത്തിലേക്കാണ് അതിൻ്റെ ടാക്സ് ഫുള്ള് നമ്മൾ ആദ്യം അടയ്ക്കുന്നത്. പിന്നെ ഒരു ഫോം എന്ന് പറഞ്ഞ് വേറെ ഫോമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ച് വേണം നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് അത് ക്ലെയിം ചെയ്യുക. അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് കൂടുതലായിരുന്നു. അപ്പം അതിൽ നിന്നെല്ലാം ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്നത്. അതാകുമ്പം അത് നമുക്ക് ഇന്ത്യയിൽ എവിടെ ഏത് പ്രൊഡക്റ്റ് ഏത് സ്റ്റേറ്റിലേക്ക് സെല്ല് ചെയ്താലും സെയിം റേറ്റ് ആയിരിക്കും. കേരളത്തിൽ ഇപ്പം 18% ഒരു പ്രൊഡക്റ്റിന് വരുന്നതെങ്കിൽ അതേ റേറ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഇപ്പം തമിഴ്നാട്, കർണാടക വരെ ഏത് സ്റ്റേറ്റിൽ പോയാലും സെയിം റേറ്റ് ആയിരിക്കും. പിന്നെ GSTക്കകത്ത് നമുക്ക് മെയിനായിട്ട് 3 ടാക്സുകളാണ് വരുന്നത്, അല്ലെങ്കിൽ 3ആയിട്ട് അവരതിനെ തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് IGST, സെക്കൻഡ് വൺ SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇങ്ങനെ 3ആയിട്ടാണ് ഇതിനെ തരം തിരിച്ചിരിക്കുന്നത്. ഇതിൽ IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റേറ്റ് സെയിൽ, നമ്മൾ ഒരു ട്രേഡറിൻ്റെ ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുക. നമ്മളിപ്പം കേരളത്തിന് പുറത്തേക്ക് ഒരു സാധനം സെല്ല് ചെയ്തു, ഒരു 18% വില വരുന്ന ഒരു സാധനമാണെന്ന് വെക്കുക, 18% ടാക്സ് റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പം നമ്മളത് കേരളത്തിന് പുറത്തേക്കാണ് അത് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മൾ IGST 18% ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 18% സെൻട്രൽ ഗവൺമെൻറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇനിയിപ്പം നമ്മളത് അതേ സാധനം കേരളത്തിൽ തന്നെ, ഇപ്പം കൊച്ചിയിൽ നിന്ന് ഒരാൾ, കാലിക്കറ്റ് ഒരാൾക്കാണ് ഈ സാധനം വിറ്റെന്ന് വെക്കുക. അങ്ങനെ ആകുമ്പം അവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CGST 9%, SGST 9%. അവിടെ 9% സെൻട്രലിലേക്കും പോകും, 9% സ്റ്റേറ്റിലേക്കും പോകും.